In the last class, we discussed the stress strain diagram for a brittle material and ductile material. Today, we will see generalized Hooke's law and some basic definitions, just like Poisson's ratio, bulk modulus, volumetric strain, etc. Okay, so these are the things we already discussed in the last class. Now, the first thing is Poisson's ratio. Okay, so we know that, or from the experiments show that when a bar is stretched by an axial force, there is contraction in the transverse dimensions as illustrated in figure. That means, suppose this dotted line, ഈ ഡോട്ടഡ് ലൈൻ ആണ് ഇതിൻ്റെ ഇനീഷ്യൽ ഷേപ്പ്. ഓക്കെ, ഇതിൽ ഞാനൊരു ആക്സിയൽ ലോഡ്, ഒരു പി എന്നുള്ള ലോഡ് മാത്രമേ കൊടുത്തുള്ളൂ. ഒരു യൂണി ആക്സിയൽ, ഒരു എക്സ് ഡയറക്ഷനിൽ മാത്രം പി എന്നുള്ള ഒരു ലോഡ് കൊടുത്തു. So because of this load, the length of this element or this bar will increase. അല്ലേ, ഈ ഫൈനൽ സോളിഡ് ലൈൻ കാണിച്ചാണ് അതിൻ്റെ deform after the application of load. The shape of the bar is shown by this solid lines. Okay, now because of this, the length will increase. Length ഇതിൻ്റെ ഇത്രയും കൂടിയിട്ടുണ്ട്. At the same time, the diameter, initially ഇതിൻ്റെ diameter ഇത്രയായിരുന്നു, ബട്ട് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ, ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ബീമാണ്, സപ്പോസ് ഞാൻ ഇതിന് ഇങ്ങനെ ഒരു ആക്സിയൽ ഡയറക്ഷനിൽ ഒരു ലോഡ് കൊടുത്തു, പി എന്നുള്ള ലോഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലെങ്ത് ടെൻസൈൽ ലോഡ് ആയതുകൊണ്ട് ഈ ലെങ്ത്തിന് ഇൻക്രീസ് ഉണ്ടാവും, ലെങ്ത് ഇൻക്രീസ് ആവും. അറ്റ് ദ സെയിം ടൈം ദിസ് വിഡ്ത്ത് ആൻഡ് ഈ ഹൈറ്റ്, ഈ രണ്ട് ഡയമെൻഷൻസും എന്താവും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ ആക്സിയൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ, സോ ഡയമെൻഷന് ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദർ ഈസ് സം ചേഞ്ച് ഇൻ ഡയമെൻഷൻ, മീൻസ് ദർ ഈസ് സം സ്ട്രെയിൻ. ഓക്കെ, സോ ഈ ആക്സിയൽ ഡയറക്ഷനിൽ ഉണ്ടായ ലെങ്ത്തിന് ഇൻക്രീസ് ഉണ്ടായ അതിനെയാണ്, അതായത് ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഇതിൻ്റെ ആക്സിസിൽ അലോങ് ദ ആക്സിസ് ഉണ്ടായ ഡയമെൻഷൻ ചേഞ്ചിനെയാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഇവിടുത്തെ കേസ് ആണെങ്കിൽ ഈ വിഡ്ത്തിനും ഹൈറ്റിനും ഉണ്ടായ ഡയമെൻഷൻ ചേഞ്ച് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്ട്രെയിനിന് വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ ഓർ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ. ഈ കേസിലാണെങ്കിൽ, നമ്മളെ ബാറിൻ്റെ കേസിലാണെങ്കിൽ, ഒരു സോളിഡ് ബാർ ആണെങ്കിൽ ഈ ലെങ്ത് ഇൻക്രീസ്, ഇതാണ് ലീനിയർ സ്ട്രെയിൻ. ആൻഡ് ദ ഡയമീറ്റർ, അതായത് സ്ട്രെയിൻ ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്, ഈ സെഡ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉണ്ടായ സ്ട്രെയിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ട്രാൻസ്വേഴ്സ് ഡയമെൻഷൻസ് കോൺട്രാക്ട് ആസ് ദ ബാർ ഇസ് സ്ട്രെച്ച്ഡ് ബൈ ആൻ ആക്സിയൽ ഫോഴ്സ്. ഒരു പി എന്നുള്ള ആക്സിയൽ ഫോഴ്സ് ഉണ്ടാകുമ്പം അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ, ഇതാണ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷനെയാണ് ലാറ്ററൽ ഡയമെൻഷൻസ് എന്ന് പറയുക. സോ ദ ഡയമെൻഷൻ, ഈ ലീനിയർ ഡയമെൻഷൻ ഇൻക്രീസ് ആവും, അറ്റ് ദ സെയിം ടൈം ലാറ്ററൽ ഡയമെൻഷൻ ഡിക്രീസ് ആവും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ്, നമ്മളിവിടെ കംപ്രസീവ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ ടെൻസൈൽ ഫോഴ്സിൻ്റെ കേസാണ് പറഞ്ഞത്, അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നത്. കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പം ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഡിക്രീസ് ആവും, അറ്റ് ദ സെയിം ടൈം ബാക്കി ഡയമെൻഷൻസ്, ലാറ്ററൽ ഡയമെൻഷൻസ് ഇൻക്രീസ് ആവും. നമ്മൾ കംപ്രസീവ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഈ രണ്ട് സ്ട്രെയിൻ്റെയും, അതായത് ലീനിയർ സ്ട്രെയിനും ഉണ്ട് ലാറ്ററൽ സ്ട്രെയിനും ഉണ്ട്, ഇതിൻ്റെ റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഗ്രാഫിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും സ്ട്രെയിറ്റ് ലൈൻ ആവുന്ന, സ്ട്രെയിനും ലീനിയർലി പ്രൊപ്പോർഷണൽ ആവുന്ന ആ പോയിന്റിനെയാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരുന്നത്. ആ പോയിന്റ് വരെയാണ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ആവുന്നത്. അത് കഴിഞ്ഞാൽ കർവ് ബെൻഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ കർവിന് സ്ട്രെയിറ്റ് ലൈൻ മാറി കർവായിട്ട് കൺവേർട്ട് ആവും. So, within elastic limit, the linear strain and lateral strain both are the ratio of lateral strain by linear strain is always a constant. Okay, and this is first showed by the scientist Poisson. സൈമൺ ഡി പോയിസോൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു റേഷ്യോ, ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ്റെയും റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചത്. ആൻഡ് ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് നോൺ ആസ് പോയിസോൺസ് റേഷ്യോ. ഓക്കെ, സോ പോയിസോൺ റേഷ്യോ ഈസ്
Simon D. Poisson showed that the ratio of the transverse or lateral strain, transverse എന്ന് പറഞ്ഞാൽ perpendicular strain, ആക്സിസിന് perpendicular ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള strain to the axial strain is always a constant for stresses within the elastic limit. ഇതൊക്കെ ഈ ഒരു കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഈ റേഷ്യോ കോൺസ്റ്റന്റ് ആവുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിനുള്ളിലാണ്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഡയഗ്രാം പോവുക. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൻ്റെ ഉള്ളിൽ എപ്പോഴും ലീനിയർ സ്ട്രെയിനും ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് പോയ്സോൺസ് റേഷ്യോ. സപ്പോസ് ദ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ലെങ്ത് ആണ് ഡെൽറ്റ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് വരും. ദെൻ ലാറ്ററൽ ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ, ഇതിപ്പോൾ ഡയമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഡയമീറ്റർ, അല്ലെങ്കിൽ റേഡിയസ് ആണെങ്കിൽ ലാറ്ററൽ ഡയറക്ഷനിലുള്ള റേഡിയസിലുള്ള ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ റേഡിയസ്, അതിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ദെൻ പോയ്സോൺസ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, എപ്സിലോൺ ലാറ്ററൽ ബൈ എപ്സിലോൺ ലോഞ്ചിറ്റ്യൂഡിനൽ, അതിനെയാണ് പോയ്സോൺസ് റേഷ്യോ എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സൈനും കൂടി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ദിസ് നെഗറ്റീവ് സൈനിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. സോ ഓട്ടോമാറ്റിക്കലി ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം ഡയമീറ്റർ ഡിക്രീസ് ആവും. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഈസ് പോസിറ്റീവ് ദെൻ ലാറ്ററൽ ഡയമെൻഷൻ വിൽ ബി നെഗറ്റീവ്. ഇനി നേരെ തിരിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ലെങ്ത് കുറയാണ് വെച്ചാൽ, നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ലെങ്ത് കുറയും. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലാറ്ററൽ സ്ട്രെയിൻ വിൽ ബി പോസിറ്റീവ്. സോ ഒരു സ്ട്രെയിനിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും മറ്റേ സ്ട്രെയിൻ ഉണ്ടാവുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവുക. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഈ ഓർമ്മിച്ച് വെക്കുക, പോയ്സോൺ റേഷ്യോ ഈസ് ഈക്വൽ ടു മൈനസ് lateral strain or transverse strain divided by linear or axial strain. Linear or longitudinal strain എന്നൊക്കെ പറയും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ, ആക്സിയൽ സ്ട്രെയിൻ എല്ലാം സെയിം ആണ്. സോ ഇതിനെയാണ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയും. ഇതിന് പോയ്സോൺസ് റേഷ്യോ എന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബാർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഹാസ് ദ ഡയമെൻഷൻ ഷോൺ ഇൻ ഫിഗർ. ഇഫ് ആൻ ആക്സിയൽ ലോഡ് ഓഫ് 80 kilonewton, P is equal to 80 kilonewton is applied to the bar. Determine the change in its length. So you have to find out change in its length and the change in the dimensions of its cross section. So change in dimension, length ഉണ്ടാവും, അതിൻ്റെ width, height, ഇതൊക്കെ എത്ര ചേഞ്ച് ആയി എന്നുള്ളതാണ് അടുത്തത് കാണാൻ പറഞ്ഞത്. ദിസ് മെറ്റീരിയൽ ബിഹേവ്സ് ഇലാസ്റ്റിക്കലി, അതായത് ഇലാസ്റ്റിക് റീജിയനിലാണ്, അതായത് വിത്തിൻ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ് നമുക്ക് എടുക്കാം. Take Young's modulus E is equal to 200 gigapascal and Poisson's ratio mu is equal to 0.32. ഇതിനെ വിളിക്കുന്നത് ന്യൂ എന്നാണ്, പോയ്സോൺസ് റേഷ്യോ. ന്യൂ ഈസ് ഈക്വൽ ടു 0.32. ചില ടെക്സ്റ്റിൽ 1/m എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്, ബട്ട് ദ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഈസ് ന്യൂ. സോ ഇത്രയും തന്നിട്ടുണ്ട്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഒരു ബാർ ഉണ്ട്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്, മെയ്ഡ് ഓഫ് സ്റ്റീൽ ആണ്, അതിൽ ആക്സിയൽ ഇങ്ങനെ ഒരു 80 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ക്വസ്റ്റ്യനിൽ അത് സെഡ് ഡയറക്ഷൻ ആയിട്ടാണ് തന്നത്. ലോഡ് ഇൻ സെഡ് ഡയറക്ഷൻ ഈസ് 80 kilonewton. ഒരു യൂണി ആക്സിയൽ ലോഡാണ്, ആക്സിസ് കൂടുള്ള ഒരൊറ്റ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ ഇതാണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്, ഇത് വൈ ഫിക്സ് ചെയ്ത് വൈ ഡയറക്ഷൻ ഇതാണ്. ഇതിൻ്റെ ഇനീഷ്യൽ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫിഗർ തന്നിട്ടുള്ളത് 1.5 മീറ്റർ ആണ്. ഇതിൻ്റെ ഹൈറ്റ് 50 mm ആൻഡ് വിഡ്ത്ത് ഈസ് 100 mm. ഈ ക്രോസ് സെക്ഷൻ്റെ വിഡ്ത്ത് 100 mm ആണ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ വിഡ്ത്ത് ആൻഡ് ചേഞ്ച് ഇൻ ഹൈറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഡയറക്ഷനിൽ ലോഡ് തന്നതുകൊണ്ട് സെറ്റ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്, ലോഡ് ബൈ നോർമൽ ഏരിയ, ഇതാണ് ഏരിയ. സോ ദ സ്ട്രെസ് ഇൻ സെറ്റ് ഡയറക്ഷൻ, അടുത്ത ഇതിലേക്ക് എടുക്കാൻ, സ്ട്രെസ് ഇൻ സെറ്റ് ഡയറക്ഷൻ, അതാണ് സെറ്റ് ഡയറക്ഷൻ ആക്കി എടുത്തത്. ലോഡിൻ്റെ ഡയറക്ഷൻ ലോഡ് ബൈ ഏരിയ ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ബൈ ഏരിയ ആണ്. സോ ലോഡ് തന്നിട്ടുള്ളത് 80 kilonewton ആണ്. സോ 80 × 10⁻³ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫിഗർ തന്നിട്ടുണ്ട്. ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ 100 mm, ഇതിൻ്റെ വിഡ്ത്ത് 100ഉം ഹൈറ്റ് 50 ആയതുകൊണ്ട് ഏരിയ ഈസ് ഈക്വൽ ടു 100 × 50 mm². അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ കൺവേർട്ട് ചെയ്യുമ്പം 0.1 മീറ്റർ × 0.05 മീറ്റർ എന്ന് വരും. സോ
the stress in z direction or normal stress developed will be 16 into 10 raised to 6 Pascal ആയിരിക്കും. So normal stress is equal to normal stress in z direction is equal to 16 into 10 raised to 6. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിലി നമുക്ക് ആ ഡയറക്ഷനിലുള്ള z ഡയറക്ഷനിലുള്ള സ്ട്രെയിനും കണ്ടുപിടിക്കാൻ പറ്റും. We know that the Young's modulus അല്ലെങ്കിൽ within elastic limit stress is directly proportional to strain ആണ്. Stress in z direction is directly proportional to strain in z direction ആണ്, or sigma z is equal to some constant into epsilon z ആണ്. ഈ കോൺസ്റ്റന്റിനെയാണ് യങ്സ് മോഡുലസ് നമ്മൾ പേര് കൊടുത്തുള്ളത്. സോ യൂസിങ് ദിസ് റിലേഷൻ, ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിനെയാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇത്രയും പറഞ്ഞതാണ് ഹൂക്സ് ലോ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ കണ്ടീഷനെയാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. സോ ഫ്രം ദാറ്റ് എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ സെഡ് ബൈ ഇ എന്ന് കിട്ടും. സോ എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ സെഡ് ബൈ ഇ. ഈ എസ് ടി മീൻസ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ആയതുകൊണ്ടാണ് അതിനെ ഈ സ്റ്റീൽ എന്ന് പേര് പറയും. യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പേര് വിളിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു സ്ട്രെസ് നമുക്ക് കിട്ടിയത് 16 into 10 raised to 6 ആണ്, ഡിവൈഡഡ് ബൈ 200 ജിഗാ പാസ്കൽ. സോ ഇത് നോട്ട് ചെയ്യുക, 1 ജിഗാ പാസ്കൽ ഈസ് 10 raised to 9 പാസ്കൽ ആണ്. മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10 raised to 6, ജിഗാ പാസ്കൽ ഈസ് 10 raised to 9 പാസ്കൽ. 200 into 10 raised to 9 പാസ്കൽ എന്ന് വരും. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 80 into 10 raised to -6. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ മീൻസ് ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. മുകളിലും ഒരു ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും, താഴെ ഡിനോമിനേറ്ററും ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും. ദാറ്റ്സ് വൈ ഹിയർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് mm/mm. അല്ലെങ്കിൽ സിംപ്ലി നിങ്ങളൊന്നും കാണിച്ച് ഇത് തീരെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ 80 into 10 raised to -6 സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ വരും. സോ ഇത്രയും കിട്ടി. സ്ട്രെസ് ഇൻ സെഡ് ഡയറക്ഷൻ കിട്ടി, സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ കിട്ടി. ഈ ഡയറക്ഷനിൽ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെയിനിന്റെ ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡയറക്ഷനിൽ സെഡ് ഡയറക്ഷനിൽ ഈ റെക്ടാങ്കുലർ ബാറിന് എത്ര സെഡ് ഡയറക്ഷനിൽ ഉണ്ടായ ചേഞ്ച് ഇൻ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Because we know that epsilon z means change in dimension in z direction divided by original dimension in z direction, length in z direction, original dimension in z direction ആണ് അല്ലേ? സ്ട്രെയിൻ എന്ന് പറഞ്ഞ the definition of strain is change in dimension by original dimension ആണ്. അപ്പോൾ ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, വിഡ്ത്ത് ആണെങ്കിൽ ചേഞ്ച് ഇൻ വിഡ്ത്ത് ബൈ ഒറിജിനൽ വിഡ്ത്ത്. സോ ഇവിടെ സെഡ് ഡയറക്ഷനിൽ അതിൻ്റെ വിഡ്ത്ത് ആണുള്ളത്. സോ എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സെഡ് ഡയറക്ഷനിൽ അതിൻ്റെ ലെങ്ത് ആണുള്ളത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കാണുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ചേഞ്ച് ഇൻ സെഡ് ഡയറക്ഷൻ, ഡയമെൻഷൻ ഇൻ സെഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സെഡ് ഇൻറ്റു എൽ സെഡ് എന്ന് വരും. എപ്സിലോൺ സെഡ് നമ്മൾ കണ്ടുപിടിച്ചു. ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഇൻ സെഡ് ഡയറക്ഷൻ ഈസ് 1.5 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ രണ്ടിൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ സെഡ് കിട്ടും. സോ ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു ദിസ് മച്ച് 120 into 10 raised to -6 മീറ്റർ എന്ന് വരും. -6നെ നമ്മൾ വിളിക്കുന്നത് മൈക്രോ എന്നാണ്, ഡിനോട്ട് ചെയ്യുന്നത് മൈക്രോ. 10 raised to -6 ഈസ് ഡിനോട്ടഡ് ആസ് മൈക്രോ. സോ ഇറ്റ്സ് ഈക്വൽ ടു 120 മൈക്രോമീറ്റർ. മൈക്രോനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് മ്യൂ. ഓക്കെ, സോ ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം ഇത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ പോയ്സോൺ റേഷ്യോ ഈസ് 0.32. സോ വാട്ട് ഈസ് പോയ്സോൺസ് റേഷ്യോ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പോയ്സോൺസ് റേഷ്യോ? പോയ്സോൺസ് റേഷ്യോ മീൻസ് ഇറ്റ് ഈസ് ദ സ്ട്രെയിൻ ഇൻ ലാറ്ററൽ ഡയറക്ഷൻ. ലാറ്ററൽ ഡയറക്ഷൻ മീൻസ് ഇതിപ്പം സെഡ് ആക്സിസ് ആണ് ഇതിൻ്റെ ആക്സിയൽ ഡയറക്ഷൻ. സോ ലാറ്ററൽ ഡയമെൻഷൻ മീൻസ് ഇറ്റ് ഈസ് ദ strain in x direction and strain in y direction divided by strain in linear direction അല്ലെങ്കിൽ longitudinal direction ആണ്. ഇതാണ് പോയ്സോൺസ് റേഷ്യോ എന്നുള്ള ഡെഫിനിഷൻ. സോ ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. പോയ്സോൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലാറ്ററൽ ഡയമെൻഷൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ വിത്ത് എ നെഗറ്റീവ് സൈൻ. സോ ഈ സ്ട്രെയിൻ ഇപ്പം ഈ പ്രോബ്ലം ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ സെഡ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് യുവർ എപ്സിലോൺ സെഡ്.
So epsilon z കിട്ടി. So with the help of this relation you can find out strain in lateral dimension, that is strain in x direction and strain in y direction നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ എക്സ് വൈ സെഡ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ ആണ്. ഈ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇതിലെ എക്സ് ആക്സിയൽ ഡയറക്ഷൻ സെഡ് തന്നതുകൊണ്ടാണ് ഇതിനെ ഞാൻ എപ്സിലോൺ സെഡ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ആക്സിയൽ ഡയറക്ഷൻ ക്വസ്റ്റ്യനിൽ എക്സ് ആണെങ്കിൽ ദിസ് വിൽ ബി എപ്സിലോൺ എക്സ്. അപ്പോൾ എങ്ങനെയാണോ പ്രോബ്ലം തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. So you can with the help of this relation you can calculate epsilon x and epsilon y. Epsilon x ഉം epsilon y ഉം കിട്ടിക്കഴിഞ്ഞാൽ you can find out the change in dimension in x direction and change in dimension in y direction. അതാണ് question. So ചെയ്യാൻ പറഞ്ഞത്. So next സ്റ്റെപ്പിലേക്ക് പോവാം. So the lateral strain. അപ്പോൾ ഇതിൽ യൂണിയാക്സിയൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ഉള്ളൂ. സോ ഈ ഒരു ലോഡിന്റെ എഫക്റ്റ് ആണ് ഈ എക്സ് വൈ ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിലും സംഭവിക്കുന്നത്. സോ ഇത് രണ്ടും ലാറ്ററൽ സ്ട്രെയിൻ എപ്പോഴും സെയിം ആയിരിക്കും. കാരണം യൂണിയാക്സിയൽ വേറെ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, യൂണിയാക്സിയൽ ആണ്. സോ ദ സ്ട്രെയിൻ ഡെവലപ്ഡ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷൻ വിൽ ബി ഈക്വൽ. സോ നമുക്ക് പോയിസോൺസ് റേഷ്യോന്റെ ഇക്വേഷൻ എടുത്താൽ പോയിസോൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു മൈനസ് സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് കിട്ടും. സോ ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് എപ്സിലോൺ എക്സ് ഓർ എപ്സിലോൺ വൈ. ഇത് എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു പോയിസോൺസ് റേഷ്യോ ന്യൂ ഇൻറ്റു എപ്സിലോൺ സെഡ്, പോയിസോൺ റേഷ്യോ ഓഫ് സ്റ്റീൽ ന്യൂ ഇൻറ്റു എപ്സിലോൺ സെഡ് വിത്ത് എ നെഗറ്റീവ് സൈൻ. സോ കാൽക്കുലേറ്റ് ചെയ്യുക. 0.32 ആണ് പോയിസോൺസ് റേഷ്യോ തന്നിട്ടുള്ളത്. സെഡ് ഡയറക്ഷനിലെ സ്ട്രെയിൻ 80 മൈക്രോമീറ്റർ ആണ്, 80 × 10⁻⁶. സോ യു വിൽ ഗെറ്റ് മൈനസ് 25 മൈക്രോമീറ്റർ പെർ മീറ്റർ, അല്ലെങ്കിൽ മൈനസ് 25 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയും കിട്ടും. ഓക്കെ. സോ സ്ട്രെയിൻ ഇൻ എക്സും വൈയും കിട്ടി. സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. സോ ചേഞ്ച് ഇൻ dimension in x direction, change in dimension in x direction divided by original dimension in x direction ആണ് epsilon x എന്ന് പറഞ്ഞത്. So delta x is equal to epsilon x into original dimension in x direction. So നിങ്ങൾക്ക് ഫിഗർ തന്നാൽ ഫിഗർ നോക്കുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 mm. ഇതാണ് എക്സ് ഡയറക്ഷനിലുള്ള വാല്യൂ. സോ 16 × 10⁶ ഡിവൈഡഡ് ബൈ it is epsilon x ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, മൈനസ് 25 × 25.6 × 10⁻⁶. then change in original length in x direction, it is 0.1 meter. so കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2.56 എന്ന് കിട്ടി. സിമിലർലി ഡെൽറ്റ വൈ മീൻസ് എപ്സിലോൺ വൈ ഇൻറ്റു എൽ വൈ ആണ്. സെയിം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1.28 മൈക്രോമീറ്റർ എന്ന് കിട്ടി. സോ ഇവിടെ രണ്ടും മൈനസ് സൈൻ. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്സിലോൺ സെഡിൻ്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് എപ്സിലോൺ സെഡ് ഈസ് 120 മൈക്രോമീറ്റർ. ദ വാല്യൂ ഓഫ് എപ്സിലോൺ സെഡ് ഈസ് 120 മൈക്രോമീറ്റർ ആണ്. സോ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ദ പോസിറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഈ ആൻസർ കിട്ടിയത് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ദ ലെങ്ത് ഇൻ സെഡ് ഡയറക്ഷൻ വിൽ ഇൻക്രീസ്. ബട്ട് ഇവിടെ കിട്ടിയ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആൻസേഴ്സ് ആണ് കിട്ടിയത്. നമുക്ക് കിട്ടിയത് ഇവിടെ ഒരു മൈനസ് സൈനും കൂടിയുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഈ രണ്ട് ഡയമെൻഷനും ഇത് ലെങ്ത് കുറയാണ് ചെയ്യുന്നത്. സോ ലെങ്ത് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് ലെങ്ത് ഇൻ വൈ ഡയറക്ഷൻ വിൽ ഡിക്രീസ്. ഈ രണ്ട് ഡയറക്ഷനിലും ഡയമെൻഷന് റിഡക്ഷൻ ഉണ്ടായി. അറ്റ് ദ സെയിം ടൈം ലെങ്ത് ഇൻ സെഡ് ഡയറക്ഷൻ വിൽ ഇൻക്രീസ്. അതായത് അത് സെഡ് ഡയറക്ഷനിൽ സ്ട്രെച്ച് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി രണ്ട് ഡയറക്ഷനിലും അതിൽ കംപ്രഷൻ വരും, അല്ലെങ്കിൽ ഡയമെൻഷൻ റെഡ്യൂസ് ആവും. അതാണ് അതിൻ്റെ മീനിങ്. സോ ഇതാണ് പോയിസോൺസ് റേഷ്യോ ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് പിന്നെ ചെയ്യാം. സോ ഡെഫിനിഷൻ ഓർമ്മിക്കുക. പോയിസോൺസ് റേഷ്യോ ഇസ് നത്തിങ് ബട്ട് ലാറ്ററൽ സ്ട്രെയിൻ ബൈ മൈനസ് എപ്സിലോൺ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെയാണ് പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയലൊക്കെ ഐസോട്രോപിക് ഹോമോജീനിയസ് ആണ്. അതുകൊണ്ടും കൂടിയാണ് ഈ ലാറ്ററൽ സ്ട്രെയിൻ എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐസോട്രോപിക് മെറ്റീരിയൽ ആണ്. ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഒക്കെ എല്ലാ ഡയറക്ഷനിലും സെയിം ആണ്. സോ പോയിസോൺസ് റേഷ്യോ ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. സോ ഇത്
ഏത് ഡയറക്ഷനിലും ഇപ്പം എക്സ് ഡയറക്ഷനിലാണ് ലീനിയർ സ്ട്രെയിൻ എങ്കിൽ വൈയും സെഡും പോയിസോൺസ് റേഷ്യോ ഉള്ളത് സെയിം ആയിരിക്കും. അപ്പോൾ വൈയും സെഡിലുമാണ് പോയിസോൺസ് റേഷ്യോ ഇമ്പോർട്ടൻസ് വരിക. ലാറ്ററൽ സ്ട്രെയിൻ രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ വൈ എന്നുള്ളത് നമ്മൾ എടുക്കാൻ കാരണം. ഈ ഒരു കണ്ടീഷൻ വരാൻ കാരണം വി ആർ കൺസിഡറിങ് ഐസോട്രോപിക് ഹോമോജീനിയസ് മെറ്റീരിയൽ. ഓക്കെ, നൗ we are in a position to describe generalized Hooke's law. ഇപ്പോൾ ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ ഹൂക്സ് ലോ നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്തു, അതിനെ ഒന്ന് നമ്മൾ ജനറലൈസ് ചെയ്യാൻ പോവാണ്. അതായത് എല്ലാ സ്ട്രെസ് കോമ്പോണൻസിനും, ഇവിടെ സ്ട്രെസ് ടെൻസർ നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് ഉണ്ടാവും, അതേമാതിരി സ്ട്രെയിനിൻ്റെ കമ്പോണൻസ് ഉണ്ടാവും. ഇപ്പോൾ ഹൂക്സ് ലോ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ ജനറലൈസ്ഡ് ഹൂക്സ് ലോ മീൻസ് ഇതിലെ ഓരോ കമ്പോണൻസിനെയും ഫസ്റ്റ് കമ്പോണൻറ്റ് സിഗ്മ എക്സിനെയും നമുക്ക് ഈ ഇതിലെ സ്ട്രെയിനിൻ്റെ ഒരു ലീനിയർ റിലേഷൻ ആക്കി എഴുതാൻ പറ്റും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയതുകൊണ്ട്. അതേപോലെ ഈ സ്ട്രെസ് മെട്രിക്സിലെ സെക്കൻഡ് ടേമിനെ ഇതേമാതിരി ഇവിടുത്തെ ഓരോ ടേമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. അതേമാതിരി തിരിച്ചും നമുക്ക് എഴുതാം. ആ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് ദ ആക്സിയൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിയൽ സ്ട്രെയിൻ അപ് ടു ദ പ്രൊപ്പോർഷണാലിറ്റി limit, and the constant of proportionality limit is known as Young's modulus, or we can express sigma is equal to E into epsilon within elastic limit or within proportionality limit. Also, the ratio of lateral strain to the longitudinal strain was termed as Poisson's ratio. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. Now we are going to extend this concept. We now extend this information or knowledge to relate the 6 rectangular components of stress to the 6 rectangular components of strain. We assume that each of the 6 independent components of stress may be expressed as the linear function of the 6 components of strain and vice versa. So നമുക്ക് ഇത് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻ എന്നുള്ള അസംഷനിലാണ് നമ്മളിത് രണ്ടും കണക്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് കേസിൽ നമ്മൾ സിംപ്ലിഫൈഡ് കേസസിൽ ഇത് ലീനിയർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അറ്റ് ഫസ്റ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ 6 ഇൻഡിപെൻഡൻറ്റ് കമ്പോണൻസ്, ഈ സ്ട്രെസ്സിൻ്റെ 6 കമ്പോണൻസും ഇതിലുള്ള എല്ലാ കമ്പോണൻസും വി ക്യാൻ എക്സ്പ്രസ് ആസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് 6 കമ്പോണൻസ് ഓഫ് സ്ട്രെയിൻ. ഇതിൻ്റെ ഒരു ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. അതേമാതിരി ഇതിലെ ഓരോ ടേം എടുത്താൽ അതിനെ ഈ സ്ട്രെസ്സിൻ്റെ ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. ആ ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ. അതായത് മാത്തമാറ്റിക്കലി നമുക്ക് എഴുതുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ ഫസ്റ്റ് എലമെന്റ് എടുത്തു സിഗ്മ എക്സ്, വി ക്യാൻ റൈറ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു എപ്സിലോൺ എക്സസ് പ്ലസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു another constant into epsilon y plus a13 epsilon z a14 gamma xy a15 gamma yz plus a16 gamma zx. അതായത് ഫസ്റ്റത്തെ സിഗ്മ എക്സ് എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ ഓരോ ടേമുമായിട്ട് ലീനിയർലി കണക്റ്റഡ് ആണെന്നുള്ളത് അസ്യൂം ചെയ്തു. ഇവിടുത്തെ ഇത് പറഞ്ഞാൽ എപ്സിലോൺ എക്സ് എപ്സിലോൺ എക്സ് എപ്സിലോൺ എക്സ് വൈ എപ്സിലോൺ എക്സ് ഇസഡ്, ദെൻ എപ്സിലോൺ വൈ എക്സ് എപ്സിലോൺ വൈ വൈ എപ്സിലോൺ വൈ സെഡ്, അങ്ങനെ എല്ലാ ടേമും. അപ്പം ഇതിലെ ഓരോ ടേമിനെയും നമുക്ക് ഇതിൻ്റെ ലീനിയർ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ സമ്മാക്കിയിട്ട് എഴുതാമെന്ന് അസ്യൂം ചെയ്തു. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ്, അപ്പോൾ ഇവിടെ ഇത് സ്ട്രെസ് ടെൻസർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാമ യൂസ് സ്ട്രെയിൻ മെട്രിക്സ് യൂസ് ചെയ്താൽ ഗാമ ടേംസിൽ എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. സോ സിഗ്മ എക്സ് ക്യാൻ ബി written as a linear equation, straight line equation of second order ഒന്നുമില്ല, സം കോൺസ്റ്റൻസ് a11 എപ്സിലോൺ എക്സസ് പ്ലസ് a12 എപ്സിലോൺ വൈ വൈ. അപ്പോൾ ഇതിനെയൊക്കെ സോൾവ് ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതേമാതിരി സിഗ്മ വൈ ഈസ് ഈക്വൽ ടു സം അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു എപ്സിലോൺ എക്സസ് f22 എപ്സിലോൺ വൈ വൈ പ്ലസ് ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ വി വിൽ ടേക്ക് ദ സെക്കൻഡ് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് ടോ എക്സ് വൈ, അങ്ങനെ ഓരോ ടേമിനെയും നമ്മൾ ഓരോ കോൺസ്റ്റന്റ് വെച്ചിട്ട് ഇങ്ങനെ ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. ഈ ലീനിയർ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ. അതേപോലെ തിരിച്ചും
നമുക്ക് ഇവിടുത്തെ ഓരോ എക്സ്പ്രഷൻ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സം അനദർ കോൺസ്റ്റന്റ് B11 ഇൻറ്റു സിഗ്മ എക്സ്, B12 ഇൻറ്റു സിഗ്മ വൈ, B13 ഇൻറ്റു സിഗ്മ സെഡ്, സം അനദർ കോൺസ്റ്റന്റ് B14 ഇൻറ്റു ടോ എക്സ് വൈ, B15 ഇൻറ്റു ടോ വൈ സെഡ്, അങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ ഓരോ ടേംസ് എപ്സിലോൺ വൈ വൈ, ദെൻ എപ്സിലോൺ സെഡ് സെഡ്, ഗാമ എക്സ് വൈ, ഗാമ വൈ, അങ്ങനെ എല്ലാ ടേമും സ്ട്രെയിനിൻ്റെ എല്ലാ ടേമിനെയും നമുക്ക് ലീനിയർ എക്സ്പ്രഷൻസ് ഓഫ് സ്ട്രെസ് ആക്കി എഴുതാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷന് നമുക്ക് എല്ലാം ഈ സെറ്റ് ഓഫ് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ വരുമ്പോൾ ഇതിനെ നമുക്ക് ഈ ആറ് ഇക്വേഷൻ കിട്ടും. 6 ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ എപ്സിലോൺ എക്സ് എക്സും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതേമാതിരി ഇവിടുത്തെ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ സിഗ്മ എക്സും കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So solving equation 1 as 6 simultaneous equations, one can get equation 2 and vice versa. തിരിച്ചും കണ്ടുപിടിക്കാൻ പറ്റും. For homogeneous linearly elastic material, the 6 equations 1 or equation 2 are known as generalized Hooke's law. അതൊരു ലീനിയർ റിലേഷൻ ആണെന്നുള്ള അസംഷനിൽ മാത്തമെറ്റിക്കലി ഒരു ലീനിയർ റിലേഷനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? y ഈസ് ഈക്വൽ ടു ഒരു ലീനിയർ ഇക്വേഷൻ ax പ്ലസ് ബി എന്നുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ലീനിയർ ഇക്വേഷൻ ആണ്. അതേ ഒരു ഫോർമാറ്റിൽ സം കോൺസ്റ്റന്റ് A11 ഇൻറ്റു ഫസ്റ്റ് ടേം സിഗ്മ എക്സ് ആണ് എഴുതുന്നതെങ്കിൽ A11 ഇൻറ്റു ഫസ്റ്റ് ടേം എപ്സിലോൺ എക്സ് എക്സ് പ്ലസ് എല്ലാ ടേമും A12 ഇൻറ്റു ഇങ്ങനെ സം പ്ലസ് ചെയ്ത് പോകും. അതിനെയാണ് ലീനിയർ റിലേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെയാണ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ ഒരു ജനറൽ കേസ് ആണ്. നമ്മൾ ഇനി ഇതിന് ഈ ഓരോ കോൺസ്റ്റന്റും A11 എന്തായിരിക്കും, A12 എന്താണെന്നുള്ള സം സിംപ്ലിഫൈഡ് കേസിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് വെച്ചിട്ട് നമുക്ക് ഫോർ ജനറൽ കേസിന് ഇങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ 2-3 സിമ്പിൾ കേസ് എടുക്കും, അതിലുള്ള കോൺസ്റ്റൻസ് കണ്ടുപിടിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനം തന്നെ. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ എപ്സിലോൺ എക്സ്, ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു റോഡ് ഉണ്ട്, ഡോട്ടഡ് ലൈൻ ആണ് ഇനീഷ്യൽ ഷേപ്പ്. അതിന് ഫോഴ്സ് കൊടുത്തപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് ഫോഴ്സ് ഇറ്റ് ഈസ് ഡീഫോംഡ് ഇൻ ടു എ ന്യൂ ഷേപ്പ്. ഇങ്ങനെ ഒരു ഫോഴ്സ്, ലീനിയർ ഫോഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ദർ വിൽ ബി സം സ്ട്രെച്ച് ഓർ ഇലോങ്ങേഷൻ ഇൻ ദിസ് എക്സ് ഡയറക്ഷൻ. ഇത് എക്സ് ഡയറക്ഷൻ ആണ്. സോ ഇലോങ്ങേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് ദർ വിൽ ബി സം കോൺട്രാക്ഷൻ in diameter. That means there will be some contraction in this y and z direction. So we can calculate the strain in x direction and strain in y direction and z direction. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സിസ് എക്സ് ഡയറക്ഷനിലാണ്. സോ ദിസ് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. ഇത് രണ്ടും ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. വൈയും സെഡും ആക്സിസിന്, ഈ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. സോ ദിസ് ഈസ് നോൺ ആസ് ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ഓർ lateral strain. Okay, so linear strain ഇതിന് അല്ലെങ്കിൽ longitudinal strain or axial strain എന്ന് വിളിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിൻ ഈ കേസിലാണ് ഈ ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ ദിസ് y and z are perpendicular strains. So it is known as lateral strain or transverse strain. സോ നമുക്കിവിടെ ഒരു യൂണിയാക്സിയൽ ലോഡിങ് മാത്രമേ ഉള്ളൂ. യൂണിയാക്സിയൽ ലോഡിങ് മീൻസ് എക്സ് ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ചെയ്യുന്നുള്ളൂ. സോ യൂണിയാക്സിയൽ ലോഡ് ആയതുകൊണ്ട് ബാക്കി രണ്ടും സെയിം ആയിരിക്കും. വേറെ പിന്നെ ഐസോട്രോപിക് ഹോമോജീനിയസും കൂടിയാണ്. സോ ബാക്കി രണ്ട് ഡയറക്ഷനിലും സ്ട്രെയിൻ സെയിം ആയിരിക്കും. സോ യു ക്യാൻ ഫ്രം ദ പോയ്സോൺസ് റേഷ്യോ, ഡെഫിനിഷൻ ഓഫ് പോയ്സോൺസ് റേഷ്യോ, വി നോ ദാറ്റ് പോയ്സോൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വരും. ഈ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ ആണ്, എപ്സിലോൺ എക്സ് ആണ്. സോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു മൈനസ് ന്യൂ ഇൻറ്റു എപ്സിലോൺ എക്സ് എന്ന് വരും. സോ ഇവിടുത്തെ ലാറ്ററൽ സ്ട്രെയിൻ മീൻസ് ഇറ്റ് ഈസ് വൈ ആൻഡ് സെഡ് ആണ്. എപ്സിലോൺ വൈ ആൻഡ് എപ്സിലോൺ സെഡ് ആണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ഉള്ളൂ. സോ വൈയും സെഡിലും വേറെ ലോഡൊന്നും വരാത്തത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എപ്സിലോൺ വൈ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ന്യൂ ഇൻറ്റു എപ്സിലോൺ എക്സ്. lateral strains. Now the longitudinal strain നമുക്കറിയാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ ഇ ആണ്. അതെങ്ങനെ കിട്ടി? നമ്മൾ ഹൂക്സ് ലോ വെച്ചിട്ട് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ എക്സ് ആണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എപ്സിലോൺ എക്സ് കിട്ടും. എപ്സിലോൺ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എപ്സിലോൺ വൈ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ന്യൂ ഇൻറ്റു എപ്സിലോൺ എക്സ് ബൈ ഇ എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് ഡയറക്റ്റ് ലീനിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ. ദെൻ lateral strain, say strain in y direction, epsilon y is equal to epsilon
y is equal to minus nu into epsilon x by e എന്ന് കിട്ടും. ആൻഡ് epsilon z is equal to minus nu into epsilon എക്സ് ബൈ ഇ എന്നും വരും. രണ്ടും സെയിം ആയിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എപ്സിലോൺ എക്സിനെയും നമ്മൾ എപ്സിലോൺ എക്സിനെ ഒരു ലീനിയർ ഇക്വേഷൻ ഓഫ് സ്ട്രെസ്, ഈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, ഒരു ഈ കോൺസ്റ്റന്റ് ഇൻറ്റു ഈ കോൺസ്റ്റന്റിനെയാണ് നേരത്തെ നമ്മൾ A11 എന്തെങ്കിലും പേര് കൊടുത്തു. ഈ കോൺസ്റ്റന്റ് ഇൻറ്റു സിഗ്മ എക്സ് എന്ന് എഴുതാൻ പറ്റും. വേർ ഹിയർ ദ A11 ഈസ് ഈക്വൽ ടു 1 ബൈ ഇ. Similarly, epsilon y is equal to some another constant. ഇതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. some another constant into sigma x. ഒരു ലീനിയർ എക്സ്പ്രഷൻ ഓഫ് സിഗ്മ എക്സ് എന്നൊക്കെ എഴുതാൻ പറ്റും. Then similarly, epsilon z is equal to ഇവിടുത്തെ epsilon z നെ ഗാമ ഇൻറ്റു ഇ എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. സം കോൺസ്റ്റന്റ് ഇൻറ്റു എപ്സിലോൺ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു സിഗ്മ എക്സ്, ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷനെയാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ ടേംസിനെയും കണക്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ. ഇപ്പോൾ ഒരു യൂണിയാക്സിയൽ, ഒരു സിമ്പിൾ കേസ് യൂണിയാക്സിയലിൽ ഇവിടെ സിഗ്മ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ഉള്ളൂ. സോ സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ. സിഗ്മ വൈയും സിഗ്മ സെഡും ഒക്കെ ഇവിടെ 0 ആയിരിക്കും. എക്സ് ഡയറക്ഷനിൽ മാത്രം ലോഡ് ചെയ്യുന്നതുകൊണ്ട് സോ സിഗ്മ എക്സ് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബാക്കി ടേംസ് ഒക്കെ 0 ആയിപ്പോയി. സോ ഒരു യൂണിയാക്സിയൽ കേസ് ആണ്. വി ക്യാൻ റൈറ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എ ഇൻറ്റു sigma x. Similarly, epsilon y is equal to some another constant b into sigma x. Then similarly, epsilon z is equal to some another constant c into sigma x. ഇതിനെയാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഇത് ഇതേപോലെ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ അതിനെ ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഓർക്കാനുള്ളത്, ഇവിടെ സിഗ്മ എക്സ് മാത്രമേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൂ ബിക്കോസ് ദ ലോഡ് ഈസ് ഓൺലി ഇൻ ദ എക്സ് ഡയറക്ഷനിൽ മാത്രമേ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ നോർമൽ സ്ട്രെസ് സിഗ്മ എക്സ് മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ, ബാക്കി സിഗ്മ വൈ സിഗ്മ സെഡ് ബാക്കി ടേംസ് ഒക്കെ 0 ആയിപ്പോകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയത്. ദെൻ ഓൾസോ ഇതിൻ്റെ യൂണിയാക്സിയൽ ലോഡിംഗ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് അതർ 2 ഡയമെൻഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. എപ്സിലോൺ വൈയും ഇത് ഡയമീറ്റർ, ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ടാവുന്ന റിഡക്ഷൻ സെയിം ആയിരിക്കും. നൗ കൺസിഡർ ബൈ ആക്സിയൽ ലോഡിംഗ്. ഇപ്പോൾ യൂണിയാക്സിയലിന് പകരം നമ്മൾ ഒന്നും കൂടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സപ്പോസ് ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, ഇങ്ങനെ ഒരു എലമെന്റിൽ എക്സ് ഡയറക്ഷനിലും ലോഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സ് ഡയറക്ഷനിലും അതിൽ നോർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വൈ ഡയറക്ഷനിലും ലോഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദർ ഈസ് സം വൈ ഡയറക്ഷണൽ സ്ട്രെസ് ഓൾസോ. എക്സ് ഡയറക്ഷനിലും സ്ട്രെസ് ഉണ്ട്, വൈ ഡയറക്ഷനിലും സ്ട്രെസ് ഉണ്ട്. സോ ഇങ്ങനെ 2 ഡയറക്ഷനിൽ ലോഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ബൈ ആക്സിയൽ ലോഡിംഗ് എന്ന് പറയുന്നത്. So consider an element of the material that is subjected simultaneously to normal stresses in the x and y directions as in figure A. ഇതൊരു മെറ്റീരിയലിനുള്ളിൽ 2 ഡയറക്ഷൻ ലോഡ് ചെയ്തപ്പം കിട്ടിയ ഒരു എലമെന്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് ആണ് ഈ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ സ്ട്രെയിൻസ് കോസ്ഡ് ബൈ സിഗ്മ എക്സ്. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് the element is subjected to only stress in x direction. എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിന് നമ്മൾ കണ്ടുപിടിക്കും. പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, വൈ ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യും. അത് വെച്ചിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനും കണ്ടുപിടിക്കും. സ്ട്രെയിൻ മീൻസ് ഇറ്റ് ക്യാൻ ബി ലീനിയർ ആൻഡ് ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ട്രാൻസ്വേഴ്സ്. 2 സ്ട്രെയിനും ഉണ്ടാവും. ഇവിടെയും ലീനിയറും ഉണ്ടാവും, ട്രാൻസ്വേഴ്സും ഉണ്ടാവും. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കമ്പൈൻഡ് എഫക്റ്റ്, ദ കമ്പൈൻഡ് ടോട്ടൽ റിസൾട്ട്. ആ ഒരു മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കമ്പൈൻഡ് ലോഡിംഗ് ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ ബൈ ആക്സിയൽ ലോഡ് വന്നാൽ, ഫസ്റ്റ് വി വിൽ അസ്യൂം ദർ ഈസ് നോ വൈ ഡയറക്ഷണൽ സ്ട്രെസ്, ഓൺലി സിഗ്മ എക്സ് ഈസ് പ്രസൻറ്റ് ഹിയർ. സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വി വിൽ കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ ആൻഡ് ലാറ്ററൽ സ്ട്രെയിൻ. 2 സ്ട്രെയിനും കണ്ടുപിടിക്കും. നൗ വി വിൽ റിമൂവ് or we will assume these two, the x directional stresses are 0, there is only y directional stress, sigma y മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. Then again we will calculate with the help of this ഈ സിഗ്മ വൈ എന്നുള്ള സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്തൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഇഫ് യു ആഡ് ഓൾ ദോസ് തിങ്സ് യു വിൽ ഗെറ്റ് ദ ടോട്ടൽ സ്ട്രെയിൻ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ട്രെയിൻ ഡ്യൂ ടു സിഗ്മ എക്സ് ആണ്. സെയിം സ്ട്രെയിൻ ഡ്യൂ ടു സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത
ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, ആ ഒരു എലമെന്റിൽ ഇത് മാത്രമേ ഉള്ളൂ, ഈ രണ്ട് സാധനങ്ങളില്ല, സ്ട്രെസ് സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കേസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സൈഡ് കണ്ടതാണ്, എന്നാൽ നമുക്ക് ഒന്നും കൂടി എഴുതാം. എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സിഗ്മ എക്സ് ബൈ ഇ എന്ന് കിട്ടും, വേർ ഇ ഈസ് ദ ക്യാപിറ്റൽ ഇ ഈസ് ദ യങ്സ് മോഡുലസ്, ആൻഡ് എപ്സിലോൺ വൈ ഈക്വൽ ടു എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ന്യൂ ഇൻറ്റു, ഇപ്പോൾ ടെൻസൈൽ ആയതുകൊണ്ടാണ് ഇത് രണ്ടും മൈനസ് വന്നത്, ഇത് പോസിറ്റീവ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇത് മൈനസ് വരും, അല്ലെങ്കിൽ പോയിസോൺസ് റേഷ്യോ മൈനസ് വരും. ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ എന്ന് കിട്ടും. ഓക്കെ, this is these equations, these strains are due to this sigma x. ഈ sigma xന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ലീനിയറും ലാറ്ററൽ സ്ട്രെയിനും. ഈ എക്സ് ഡയറക്ഷനിൽ ഇത്രയും ലെങ്ത് ഇൻക്രീസ് ആവും, ഇത്രയും ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാവും. വൈയും സെഡും ഡയറക്ഷനിൽ ഇത്രയും ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാവും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രെയിൻസ് ആണ്. എപ്സിലോൺ എക്സ് ഈസ് ദ ലീനിയർ സ്ട്രെയിൻ, എപ്സിലോൺ വൈ ആൻഡ് എപ്സിലോൺ സെഡ് ആർ ദ ലാറ്ററൽ സ്ട്രെയിൻസ്. ക്ലിയർ? സോ ഇതാണ് എക്സിനെ കൊണ്ടുണ്ടായ, ഈ എക്സ് ഡയറക്ഷണൽ സ്ട്രെസ്സിനെ കൊണ്ടുണ്ടായ സ്ട്രെയിൻ. നൗ വി വിൽ കൺസിഡർ ദ സ്ട്രെയിൻസ് ഡെവലപ്പ് ഡ്യൂ ടു സിഗ്മ വൈ. ഈ സിഗ്മ വൈൻ്റെ എഫക്റ്റിനെ കൊണ്ടുണ്ടായ സ്ട്രെയിൻ കണ്ടുപിടിക്കും. സിഗ്മ വൈ മാത്രമേ ഉള്ളൂ, മറ്റേത് സീറോ ആണ്, മറ്റേ എക്സ് ഡയറക്ഷണൽ സ്ട്രെസ് സീറോ എന്ന് അസ്യൂം ചെയ്യും. സോ ഈ സിഗ്മ വൈനെ കൊണ്ട് എന്തുണ്ടാവും? ഈ സിഗ്മ വൈനെ കൊണ്ട്, ഇതാണ് വൈ ഡയറക്ഷൻ എങ്കിൽ ഇതാണ് നമ്മളെ വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷനിൽ ലീനിയർ സ്ട്രെയിൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് എപ്സിലോൺ വൈ. ലീനിയർ സ്ട്രെയിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഡയറക്റ്റ് ഹൂക്സ് ലോ വെച്ചിട്ട് സിഗ്മ വൈ ബൈ ഇ എന്ന് എഴുതിയാൽ മതി. ലീനിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ ഇ എന്ന് വരും. ബാക്കി രണ്ട് ഡയറക്ഷൻ, അതായത് വൈ ആണ് ഇവിടെ ലീനിയർ, സെഡും എക്സും ഈ കേസിൽ ലാറ്ററൽ ഡയമെൻഷൻസ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ആക്സിസ്, വൈ ആക്സിസ് ആണ് ഇത്. ഈ ആക്സിസിൽ ലീനിയർ സ്ട്രെയിൻ ഉണ്ടാവും, ബാക്കി രണ്ട് ആക്സിസിൽ ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവും. സോ സിമിലർലി ലാറ്ററൽ സ്ട്രെയിൻ എന്ത് വരും? എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ന്യൂ ഇൻറ്റു പോയിസോൺസ് റേഷ്യോ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ മീൻസ് ഇവിടുത്തെ കേസിൽ സിഗ്മ വൈ ബൈ ഇ ആയിരിക്കും. സോ സിഗ്മ വൈ മാത്രമാണെങ്കിൽ ദിസ് വിൽ ബി ദ ലീനിയർ സ്ട്രെയിൻ, ആൻഡ് these two epsilon x and epsilon x z are the lateral strains with a negative sign. Okay, so അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിഗ്മ വൈ മാത്രം ആക്ട് ചെയ്യുമ്പം ലീനിയർ സ്ട്രെയിൻ ഈസ് സിഗ്മ വൈ ബൈ ഇ, ലാറ്ററൽ സ്ട്രെയിൻ ഈസ് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ. ഓക്കെ, സോ എപ്പോഴും ലീനിയർ സ്ട്രെയിൻ ഏത് ഡയറക്ഷനിലാണോ സ്ട്രെസ് ഉള്ളത് ആ സ്ട്രെസ്സിൻ്റെ സിഗ്മ വൈ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെയിനെ ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കും, ബാക്കി രണ്ട് ഡയറക്ഷനിൽ വരുന്നതിനെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വരും. ഇവിടെയാണെങ്കിൽ സിഗ്മ എക്സ് ആണുള്ളത്, സോ എപ്സിലോൺ എക്സ് വിൽ ബി യുവർ ലീനിയർ സ്ട്രെയിൻ, എപ്സിലോൺ വൈ ആൻഡ് എപ്സിലോൺ സെഡ് ആർ യുവർ ലാറ്ററൽ സ്ട്രെയിൻ. ഇത് ലാറ്ററൽ ആണ്, അത് കൺഫ്യൂഷൻ ആവരുത്, ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ. ഇത് ലീനിയർ ആണ്. ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ചെയ്താൽ മതി, ഡയറക്റ്റ് സ്ട്രെസ്, നോർമൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ചെയ്താൽ മതി. ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു നോ ദ പോയിസോൺസ് റേഷ്യോ. പോയിസോൺസ് റേഷ്യോൻ്റെ വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടുള്ളൂ. ലീനിയർ സ്ട്രെയിനിന്ന് ലാറ്ററൽ സ്ട്രെയിനിലേക്ക് ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള കോൺസ്റ്റന്റ് ആണ് പോയിസോൺസ് റേഷ്യോ ആക്ച്വലി. സോ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് ഡയറക്ഷൻ നോക്കുക. ഇനി നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ കാണണം. ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ, ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷനും അതേമാതിരി ടോട്ടൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷനും കാണും. സോ ഫസ്റ്റ് കേസിൽ എക്സ് ഡയറക്ഷനിൽ ഉണ്ടായ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സിഗ്മ എക്സ് ബൈ ഇ ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ. ദെൻ സെക്കൻഡ് കേസിൽ എക്സ് ഡയറക്ഷനിൽ ഉണ്ടായ സ്ട്രെയിൻ, വൈ ഡയറക്ഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ദിസ് മച്ച്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഈ ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എക്സ് ഡയറക്ഷനിൽ സംഭവിച്ച ടോട്ടൽ സ്ട്രെയിൻ കിട്ടി. സോ ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ എന്ന് വരും. ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ലീനിയർ സ്ട്രെയിനും ഒരു ലാറ്ററൽ സ്ട്രെയിൻ. ഇത് ലീനിയർ സ്ട്രെയിൻ ആണ്, എപ്സിലോൺ എക്സ് ഡയറക്ഷനിലുള്ള ലീനിയർ സ്ട്രെയിൻ ആണ്. ഇത് എക്സ് ഡയറക്ഷനിലുള്ള ലാറ്ററൽ സ്ട്രെയിൻ ആണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു എലമെന്റിന് എക്സ് ഡയറക്ഷനിൽ സംഭവിച്ച ടോട്ടൽ സ്ട്രെയിൻ കിട്ടും. ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ. സിമിലർലി വൈ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ
ഇവിടെ ഒരു എപ്സിലോൺ വൈ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് വാല്യൂ ഈസ് ദിസ് മച്ച് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ ആണ്. അതേപോലെ ഇവിടെ ഒരു ലീനിയർ സ്ട്രെയിനും സംഭവിക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എഴുതാം ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ഇത്രയും ലീനിയർ സ്ട്രെയിൻ ആണ്. സോ ഞാൻ ലീനിയർ സ്ട്രെയിൻ ആദ്യം എഴുതി, സിഗ്മ വൈ ബൈ ഇ എന്നുള്ള ലീനിയർ സ്ട്രെയിൻ എഴുതി, പ്ലസ് lateral strain in y direction. Lateral strain in y direction means lateral strain in y direction means ഈ ക്വാണ്ടിറ്റി ഇതാണ് എപ്സിലോൺ ബൈ, ഇതാണ് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ. അത് പ്ലസ് ആണ് വരിക, അവിടെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് മൈനസ് ആയി മാറി, മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ. ദിസ് ഇസ് ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ. അപ്പം ഇങ്ങനെയാണ് കമ്പൈൻഡ് ലോഡിങ് വരുമ്പം. ഇപ്പം നേരത്തെ ഒരു എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിരുന്നു, ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ഇവിടെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും വരുന്നുണ്ട്. സോ വി വിൽ ഗോ ഫോർ സൂപ്പർ പൊസിഷൻ ടെക്നിക്. ആദ്യം ഒരു സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോഴ്സിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കും, ദെൻ ആ ഫോഴ്സിനെ അവിടെ വെച്ച് അത് അവിടെ വെക്കും, ദെൻ വി വിൽ ടേക്ക് ദ സെക്കൻഡ് ഫോഴ്സ് ആൻഡ് വി വിൽ കൺസിഡർ ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ഫോഴ്സ് അലോൺ. The strains develop because of that second force. അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കും, ദെൻ വി വിൽ ആഡ് ടുഗദർ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ എഫക്റ്റ്. അപ്പോൾ അതിനെയാണ് സൂപ്പർ പൊസിഷൻ ടെക്നിക് എന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ. സോ യൂസിങ് ദ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ വി ക്യാൻ റൈറ്റ് എപ്സിലോൺ എക്സ് ദ ടോട്ടൽ. ഇത് ടോട്ടൽ സ്ട്രെയിൻ ആണ്. ടോട്ടൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു, ഞാൻ 1/e പുറത്തെടുത്തു. നമ്മൾ കണ്ടുപിടിച്ചത് സിഗ്മ എക്സ് ബൈ ഇ ബൈ ന്യൂ ബൈ ഇ എന്നായിരുന്നു. ഇ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/e സിഗ്മ എക്സ് total strain in x direction is equal to 1/e sigma x minus nu into sigma y എന്ന് വരും. Total strain in y direction is equal to 1/e sigma y minus sigma x എന്ന് വരും. ഇനി ഇതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ സെഡ് ഡയറക്ഷനിലും ചേഞ്ച് ഉണ്ട്. ഇവിടെ ഒരു എപ്സിലോൺ സെഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സെഡ് ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ, ഇതും സെഡ് ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ആണ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ ആൾസോ. അപ്പോൾ സെഡ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേം ഉണ്ടാവില്ല, സിഗ്മ വൈ ബൈ ടി വി അല്ലെങ്കിൽ സിഗ്മ എക്സ് ബൈ ഇ എന്നുള്ള ടേം ഉണ്ടാവില്ല. കാരണം ഇത് ലീനിയർ സ്ട്രെയിൻ ആണ്. സെഡ് ഡയറക്ഷനിൽ നമ്മൾ ഈ ഒരു ഫിഗറിൽ സെഡ് ഡയറക്ഷനിൽ ലോഡ് ഒന്നും കൊടുത്തിട്ടില്ല. സെഡ് ഡയറക്ഷനിൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട്, സിഗ്മ സെഡ് ഇല്ലാത്തത് കൊണ്ട് ലീനിയർ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ ഉണ്ടാവില്ല. സെഡ് ഡയറക്ഷനിൽ ലാറ്ററൽ സ്ട്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ന്യൂ ബൈ ഇ സിഗ്മ എക്സ് എന്നുള്ള ടേം ഉണ്ടാവും, അതേമാതിരി ന്യൂ ബൈ ഇ സിഗ്മ വൈ എന്നുള്ള ടേമും ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ കിട്ടും. അതായത് ഇവിടെ കിട്ടിയ സാധനം, ഈ സാധനവും ഈ വാല്യൂയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ കിട്ടി. അപ്പം ആക്ച്വലി നിങ്ങൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് രണ്ട് ഡയറക്ഷനിലെ സ്ട്രെസ് ഉള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണ്. രണ്ട് ഡയറക്ഷനിലെ സ്ട്രെസ് മീൻസ് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണ്. സിഗ്മ സെഡ് 0 ആണ്, പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണ്. ബട്ട് ഇതിൽ എപ്സിലോൺ സ്ട്രെയിന് 3 ഡയറക്ഷനിലുണ്ട്. എപ്സിലോൺ എക്സ് ഉണ്ട്, എപ്സിലോൺ വൈ ഉണ്ട്, എപ്സിലോൺ സെഡ് ഉണ്ട്. പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണെങ്കിലും ബോഡിക്ക് ഡയമെൻഷണൽ ചേഞ്ച് എക്സ് ഡയറക്ഷനിലും നടക്കുന്നുണ്ട്, വൈ ഡയറക്ഷനിലും നടക്കുന്നുണ്ട്, സെഡ് ഡയറക്ഷനിലും നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം. പ്ലെയിൻ സ്ട്രെസ് ആണ്, ബട്ട് പ്ലെയിൻ സ്ട്രെയിൻ അല്ല. പ്ലെയിൻ സ്ട്രെയിൻ എപ്പോഴാവുക, ഇത് 0 ആണെങ്കിൽ മാത്രമേ പ്ലെയിൻ സ്ട്രെയിൻ ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് 0 അല്ല, ഇത് വാല്യൂ ഉണ്ട്. ഇവിടെ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ബട്ട് നോട്ട് എ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം. അപ്പോൾ ഇത് അതിൻ്റെ ഡീഫോർമേഷൻ കാണിച്ചാണ്, അത് നോക്കിയാൽ മതി. സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിനെ എക്സ് ഡയറക്ഷനിൽ മാത്രം ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ലീനിയർ സ്ട്രെയിൻ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ സിഗ്മ എക്സ് ബൈ ഇ എടുത്താൽ മതി. ബാക്കി രണ്ട് ഡയറക്ഷനിലും വൈയും സെഡും ഡയറക്ഷനിൽ ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവും. അതിന് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ എന്ന് ചെയ്താൽ ലാറ്ററൽ ഡയമെൻഷനും കിട്ടും. ഓക്കെ, ഇനി ഓരോന്ന് അതേമാതിരി വൈ ഡയറക്ഷൻ എടുക്കുക, സെഡ് ഡയറക്ഷൻ എടുക്കുക, ഓരോന്നും എടുക്കുക, എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ടേംസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ കിട്ടി. വൈ ഡയറക്ഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ കിട്ടി. സെഡ് ഡയറക്ഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ കിട്ടി. സോ ഇതും നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാം ലീനിയർ ഇക്വേഷൻസ് ആണ്. സോ ഈ സ്ട്രെയിൻ എപ്സിലോൺ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സം കോൺസ്റ്റന്റ് ഇൻറ്റു സിഗ്മ എക്സ്, അഗെയിൻ അനദർ കോൺസ്റ്റന്റ് ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ. സോ ലീനിയർ ഇക്വേഷൻ ആണ്. അതായത്
epsilon x can be written as some constant a11 into sigma x plus a12 into sigma y. ബാക്കി ടേംസ് ഒക്കെ ഇവിടെ കൺസിഡർ നെഗ്ലക്ട് സീറോ ആണ്, അല്ലെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യുക ഷിയർ സ്ട്രെസ്സും ഒന്നും കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. സോ ഇതാണ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ. ഇത് ജനറലൈസ്ഡ് ഹൂക്സ് ലോ ആണ്, ഇതും ജനറലൈസ്ഡ് ഹൂക്സ് ലോ ആണ്, ഇതും ഹൂക്സ് ലോ ആണ്. ഇവിടെ സിംപ്ലിഫൈഡ് കേസ് ആണ്, ബൈ ആക്സിയൽ ലോഡിംഗ് ആയതുകൊണ്ട് ഇത് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളൂ. എല്ലാം നേരത്തെ ഇക്വേഷൻ നമ്മൾ ജനറലായിട്ട് പറഞ്ഞ ഇക്വേഷൻ്റെ അതേ സിമിലർ ആണ്. ഇവിടെ a11 പകരം a11 മീൻസ് ഇറ്റ് ഈസ് 1/e ആണ്. ഇവിടെ a12 മീൻസ് ഇറ്റ് ഈസ് ന്യൂ ബൈ ഇ ആണ്. കോൺസ്റ്റന്റ് മാത്രം മാറും, ബട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ, ലീനിയർ ടേംസ്. ഓക്കെ, സോ ഇറ്റ്സ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ. ഇതാണ് ബൈ ആക്സിയൽ ലോഡിംഗ്. ബട്ട് നമുക്ക് വേണ്ടത് ട്രൈ ആക്സിയൽ ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരുന്നതാണ്. സോ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ആക്സിയൽ ലോഡിങ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം എല്ലാം നേരത്തെ പോലെ തന്നെ ഹിയർ ഓൾസോ വി വിൽ use the method of superposition technique. First sigma x മാത്രം കൺസിഡർ ചെയ്യും, then we will calculate the linear strain and linear lateral strain. Okay, if we consider, we will assume sigma y, sigma z, all the other stresses are zero, only sigma x is present. So because of sigma x എന്ത് വരും, ഒരു എപ്സിലോൺ എക്സ് ഉണ്ടാവും. എപ്സിലോൺ എക്സ് മീൻസ് ലീനിയർ സ്ട്രെയിൻ ഉണ്ടാവും. ഇറ്റ് വിൽ ബി സിഗ്മ എക്സ് ബൈ ഇ ആയിരിക്കും. ദെൻ എപ്സിലോൺ വൈയും എപ്സിലോൺ സെഡും നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ ഫോമാറ്റിൽ എഴുതുകയാണെങ്കിൽ, ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് കൺസെപ്റ്റ് കിട്ടിയാൽ മതി, ഞാനൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. സപ്പോസ് സിഗ്മ എക്സ് മാത്രമേ പ്രസൻറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അവിടെ ഒരു എപ്സിലോൺ എക്സ് ഉണ്ടാവും, എപ്സിലോൺ വൈ ഉണ്ടാവും, എപ്സിലോൺ സെഡ്. ഈ 3 സ്ട്രെയിൻ ആണ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, സിഗ്മ എക്സ് ആകുമ്പം ഇത് ലീനിയർ സ്ട്രെയിൻ ആയിരിക്കും, ഇതാണ് ലീനിയർ സ്ട്രെയിൻ. ദാറ്റ് വാല്യൂ വിൽ ബി സിഗ്മ എക്സ് ബൈ ഇ ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് രണ്ടും എപ്സിലോൺ വൈയും എപ്സിലോൺ സെഡും ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ ഇത് മാത്രമേ പ്രസന്റ് ആവുന്നതുകൊണ്ട് ഇത് രണ്ടും സെയിമും ആയിരിക്കും. ദാറ്റ് വാല്യൂ വിൽ ബി മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ ആയിരിക്കും. അതേമാതിരി ഇതും മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ ആണ്. ഫസ്റ്റ് കേസ് പഠിച്ച മാതിരി. ഇനി സപ്പോസ് സിഗ്മ വൈ മാത്രമേ ഉള്ളൂ എങ്കിൽ സിഗ്മ എക്സ് കൺസിഡർ ചെയ്തു, അതേമാതിരി ഈ സിഗ്മ വൈ മാത്രമേ ഉള്ളൂ. സപ്പോസ് അസ്യൂം ദാറ്റ് സിഗ്മ സെഡ് ആൻഡ് സിഗ്മ എക്സ് ആർ 0. സോ സിഗ്മ വൈ മാത്രം ഉണ്ടെങ്കിൽ ഈ എപ്സിലോൺ വൈ ആയിരിക്കും ലീനിയർ സ്ട്രെയിൻ. ഇറ്റ് വിൽ ബി സിഗ്മ വൈ ബൈ ഇ എന്നുള്ള ടേം വരും. ബാക്കി ഇത് രണ്ടും എപ്സിലോൺ എക്സും എപ്സിലോൺ ഇസഡും ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും. ഇറ്റ് വിൽ ബി മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ എന്നുള്ള ടേം വരും. ഇവിടെയും മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ വരും, ലാറ്ററൽ സ്ട്രെയിൻ. ബിക്കോസ് ഓഫ് ദിസ് സിഗ്മ വൈ, ഈ സിഗ്മ വൈനെ കൊണ്ട് ഇത് ലീനിയർ സ്ട്രെയിൻ, ഇത് രണ്ടും അതർ 2 കമ്പോണൻസ് എപ്സിലോൺ എക്സും എപ്സിലോൺ സെഡും ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും. നൗ അസ്യൂം ദാറ്റ് the sigma z is the only stress present. Sigma z മാത്രമേ ഉള്ളൂ. Assume that sigma x and sigma y both are same, both are 0. So sigma x z വരുമ്പം എപ്സിലോൺ z ആയിരിക്കും ലീനിയർ. ഇറ്റ് വിൽ ബി എപ്സിലോൺ z ബൈ ഇ എന്ന് വരും. അതർ 2 ടേംസ് ഈ എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും ലാറ്ററൽ സ്ട്രെയിൻ ആവും. ലാറ്ററൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ന്യൂ ഇൻറ്റു എപ്സിലോൺ z ബൈ ഇ എന്ന് വരും. ഇവിടെയും മൈനസ് ന്യൂ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ എപ്സിലോൺ സെഡ് ബൈ ഇ എന്ന് വരും. സോ ഇവിടെ ബ്ലൂ ഇങ്കിൽ എഴുതിയതെല്ലാം ലീനിയർ സ്ട്രെയിൻ ആണ്, റെഡ് ഇങ്കിൽ എഴുതിയതൊക്കെ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. നൗ സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ സ്ട്രെയിൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ മീൻസ് സം ഓഫ് ദീസ് 3 ടേംസ്. അതാണ് ഇവിടെ എഴുതിയത്. ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ബൈ ഇ. അതിനെ നമുക്ക് ഈ പുറത്തെടുത്തു ന്യൂ മൈനസ് ന്യൂവും പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. സിഗ്മ എക്സ് ഈസ് എപ്സിലോൺ എക്സ് ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ മൈനസ് ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ സെറ്റ്. സം ഓഫ് ദീസ് 3 ടേംസ്. അതാണ്, അതിനെ സിംപ്ലിഫൈ ചെയ്താലാണ് ഇത് കിട്ടുക. Then suppose I want to calculate the strain in y direction. You have to add these 3 terms. ഈ 3 ടേം ആഡ് ചെയ്യാം. ഫസ്റ്റ് ലീനിയർ സ്ട്രെയിൻ എഴുതും, അതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഫസ്റ്റ് ലീനിയർ എഴുതും, then we will add the lateral strain.
അത് ചെയ്ത് കഴിഞ്ഞാൽ you will get the second this expression. Then epsilon z, add these three terms. So ഇത് കിട്ടും. സോ ഒരു ഒബ്ജക്റ്റിന്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഒരു സ്ട്രെയിനിന് ജനറലി പറഞ്ഞിട്ടേ ഉള്ളൂ. സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെ നമ്മൾ ഒന്നും കൂടി ഡയറക്ഷണൽ സ്പെസിഫിക് ആവുകയാണ്. അതായത് സ്ട്രെയിനിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം, ലീനിയർ സ്ട്രെയിനും ലാറ്ററൽ സ്ട്രെയിനും. എല്ലാം ഡെഫിനേഷനൊക്കെ സെയിം ആണ്. ലീനിയർ സ്ട്രെയിൻ ആയാലും ലാറ്ററൽ സ്ട്രെയിൻ ആയാലും ഇറ്റ്സ് ഓൾവേസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ചേഞ്ച് ഇൻ കറസ്പോണ്ടിങ് ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. എപ്പോഴും ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിയൽ ഡയറക്ഷൻ ഏതാണോ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിന് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബാക്കി രണ്ട് ഡയറക്ഷനിലുള്ള സ്ട്രെയിനിന് ലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറയും. അത്രയേ ഉള്ളൂ. അത് രണ്ടും കൂടി കമ്പൈൻഡ് എഫക്റ്റ് വരുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സ്ട്രെയിൻ. You can find out total strain in x direction, y direction and z direction with the help of these three equations. This is nothing but the sum of linear strain and the two other lateral strains. Here epsilon y means the sum of linear strain and the other two lateral strain. Epsilon z means linear strain plus other two. Epsilon z എന്ന് പറഞ്ഞാൽ z ഡയറക്ഷനിൽ ലീനിയർ സ്ട്രെയിനും വരും, എക്സും വൈയും ലാറ്ററൽ സ്ട്രെയിനും വരും. മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ഇവിടെയും നേരത്തെ അതേ കൺസെപ്റ്റ്. എല്ലാം ലീനിയർ കോൺസ്റ്റൻസ് ആണ്. ന്യൂ ബൈ ഇവിടെ 1/e ആണ് കോൺസ്റ്റന്റ്, ന്യൂ ബൈ ആണ് അടുത്ത കോൺസ്റ്റന്റ്, ന്യൂ ബൈ ആണ് തേർഡ് കോൺസ്റ്റന്റ്. എല്ലാം സെയിം. ജനറൽ ആയിട്ടും നമുക്ക് പറയാം, ഇവിടെ ഒരു പെർട്ടിക്കുലർ കേസിന് സ്പെസിഫിക് ആയിട്ടും പറയാം. സോ ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ്സസ്. സ്ട്രെയിൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ് കമ്പോണൻറ്റ്. തിരിച്ചും ചെയ്യാം. ഇതിനെ നമുക്ക് ഇതിന്ന് ഈ ഇക്വേഷന് സിഗ്മ എക്സ് അങ്ങോട്ടും കണ്ടുപിടിക്കാം. സോ ഹിയർ ഇവിടെ സ്ട്രെയിനിന് സ്ട്രെസ്സിൻ്റെ ലീനിയർ ഇക്വേഷൻ കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതിയത്. എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സിഗ്മ വൈ, ഇതിൻ്റെ കോമ്പിനേഷൻ എപ്സിലോൺ വൈ. അതേപോലെ നമുക്ക് തിരിച്ചു എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം അത് കുറച്ച് തിയറിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പീഡിൽ പോകണം, എന്നാലും നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇത് ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാണ്. ഇനി സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്തത് നമുക്ക് ഇതേപോലെ ഇപ്പം നമ്മൾ ലീനിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ ചെയ്ത അതേ സംഭവങ്ങൾ നമുക്ക് ഷിയർ സ്ട്രെസ്സിനും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോർമൽ സ്ട്രെസ്സസ് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. വി കൺസിഡർ ഓൺലി സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ്. സിമിലർലി എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ എപ്സിലോൺ സെഡ്. ദ സെയിം പ്രൊസീജിയർ, ഇതേ പ്രൊസീജിയർ നമുക്ക് ഷിയർ സ്ട്രെയിൻ, അത് ആംഗുലർ ഡയമെൻഷൻ, ഷിയർ സ്ട്രെയിനും ഷിയർ സ്ട്രെസ്സിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം, ഗാമ ആൻഡ് ടോ. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇത്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് തരുള്ളൂ. ഓക്കെ, താങ്ക് യു.